ഞങ്ങൾ ഇന്നൊരു മൂവി കാണാൻ പോകുവാണേ. അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. ഇതിലെന്താ ഇത്ര കാര്യമെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഒരു കുഞ്ഞു സന്തോഷം ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അല്ലേലും എല്ലാവരും വ്ലോഗ് ചെയ്യുമ്പം ഞങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. പക്ഷേ ഈ സന്തോഷം ഒരുപാട് നേരം ഉണ്ടായില്ല. കാരണം ഒടുക്കലത്തെ ട്രാഫിക് 120 ആയിട്ടും ഞങ്ങൾ റോഡിൽ തന്നെ. എവിടെ പോയാലും അരമണിക്കൂർ മുന്നേ എത്തുക എന്ന ലക്ഷ്യബോധമായിരുന്നു ഇവിടെ തകർന്നത്. ഒബിയസ്ലി സിറ്റിയിൽ താമസിക്കുന്നവർ ഈ ട്രാഫിക് ഫേസ് ചെയ്തേ പറ്റൂ എന്ന പൊതുതത്വം ഓർമ്മ വന്നപ്പോൾ സമാധാനപരമായി ഇരുന്നു. ലുലുവിലേക്കായിരുന്നു ഞങ്ങൾ പോയത്. ഒരു 1:35 കൂടി ലുലുവിൻ്റെ പാർക്കിങ്ങിലേക്ക് ഞങ്ങൾ കയറിപ്പറ്റി. പക്ഷെ അവിടെയും ഒടുക്കലത്തെ ബ്ലോക്ക്. പിന്നെ സൺഡേ അല്ലേ, ഇത് സ്വാഭാവികമെന്ന് ചിന്തിച്ച് പിന്നെയും സമാധാനപരമായി പാർക്ക് ചെയ്തു. പിന്നെ ഒരു ഓട്ടമായിരുന്നു. ഈ ഓട്ടത്തിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്, ലുലുവിൽ സെയിൽ നടക്കുമായിരുന്നു എന്ന്. ഫൈനലി 2 മണിയോടുകൂടി ഞങ്ങൾ തിയേറ്ററിലെത്തി. ജുറാസിക് വേൾഡ് ആയിരുന്നു മൂവി ജസ്റ്റ് സ്റ്റാർട്ടാവുന്നതേ ഉള്ളൂ എന്നറിഞ്ഞ സന്തോഷത്തിൽ മൂവിക്ക് മുന്നേ വരുന്ന പരസ്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇനി ഞങ്ങളുടെ മൂവി ടൈം. അങ്ങനെ മൂവിയൊക്കെ കണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. മൂവി വിശേഷം ഞാൻ പതുക്കെ പറയാം. എങ്കിൽ ഇവിടം വരെ വന്നതല്ലേ, ഒന്ന് ഹൈപ്പർ മാർക്കറ്റിൽ കയറി ഓഫറൊക്കെ ഒന്ന് നോക്കാം എന്ന പ്ലാനിലാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയത്. പക്ഷെ താഴെ വന്നപ്പോൾ ഭയങ്കരമായ തിരക്ക്. ഞങ്ങൾ ജസ്റ്റ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറിയിട്ട് അതുപോലെ തിരിച്ചിറങ്ങേണ്ടി വന്നു. ശ്വാസം പോലും കിട്ടാത്തൊരവസ്ഥയായിരുന്നു. ആ വിഷമം മാറ്റാൻ ഏതെങ്കിലും ഒരു കോർണറിൽ പോയി ഒരു ഐസ്ക്രീം വാങ്ങി കഴിക്കാനായിരുന്നു നെക്സ്റ്റ് പ്ലാൻ. അങ്ങനെ ഞങ്ങൾ റോൾഡ് ഐസ്ക്രീമിൻ്റെ സെഷനിലേക്ക് ആണ് എത്തിയത്. അവിടെ മാത്രമേ ഉള്ളായിരുന്നു തിരക്ക് കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്തത്. അങ്ങനെ ഡിസ്കഷന് ശേഷം മോക്ക് വേണ്ടത് റെഡ് വെൽവെറ്റ് റോൾഡ് ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ അതൊക്കെ റോൾ ചെയ്യുന്നതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് അതൊക്കെ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് ഇനി വീട്ടിലേക്ക്. ഇനി ഞാൻ മൂവി വിശേഷം പറയാം. 1 ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളൊരു ജുറാസിക് മൂവി ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. പിന്നെ കുട്ടികൾക്കാണ് ഇത് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുപോയി തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. ഞങ്ങൾ ഈ മൂവി റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ മോളോട് പറഞ്ഞതായിരുന്നു കൊണ്ട് കാണിക്കാമെന്ന്. ഇനി ഒരു കുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ ഈ മൂവി എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിയാലോ. സോ ഗായ്സ്, നമ്മൾ മൂവി കണ്ട് ജസ്റ്റ് ഇറങ്ങിയിട്ട് ഇറ്റ്സ് എ റിയലി ഓസം മൂവി. ഇത് മസ്റ്റ് വാച്ച് മൂവിയാണ്. പിന്നെ എനിക്ക് ഇതിനകത്തുനിന്ന് ഏറ്റവും ഫണ്ണി പാർട്ടായതാണ് സ്നിക്കേഴ്സ് കഴിച്ചിട്ട് എൻ്റെ കവർ അവിടെ ഇവിടെ ഇടല്. അത് ഇട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ എക്സ്ട്രീമാണ് ഈ മൂവി. അത്ര എനിക്ക് പറയാനുള്ളൂ. ആക്ച്വലി അഡൾട്ട്സിന് ഇഷ്ടപ്പെടുമോ എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ബട്ട് കിഡ്സ് വിൽ ലവ് ദിസ് മൂവി. ഞങ്ങളുടെ ഈ കുഞ്ഞ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്താൽ സന്തോഷം.